എന്തിന്റെങ്കിലും പേരിലൊന്ന് സമരം ചെയ്യണം. അതിപ്പോ ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. എല്ലാ സഖാക്കളും കൂടെ അങ്ങ് ഇറങ്ങിയേക്കുക. ഉള്ളതോ ഇല്ലാത്തതോ ഏത് കാരണം കിട്ടിയാലും സമരം ചെയ്യാൻ സഖാക്കൾ റെഡി. ഇതിപ്പോ KSRTC പിള്ളേർക്കുള്ള യാത്രാ പാസിന്റെ ഓൺലൈൻ ഫീസ് വർദ്ധിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ടുള്ള സമരത്തിനായി ഇപ്പൊ രംഗത്ത് വരാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് പറയും ഇവന്മാരെന്തോതിന് വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്യാൻ പോകുന്നത്. KSRTC അല്ലേ? ന്യൂസ് കണ്ടിട്ട് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നേ. നിങ്ങളുടെ ഈ കൺസെഷന്റെ റേറ്റ് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ന്യൂസ് കണ്ടായിരുന്നല്ലോ. അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം എത്ര രൂപയാണ് കൊടുത്തത്? അന്നേരം 110 കൊണ്ടാണ് കൊടുത്തത്. അപ്പം ഈ ന്യൂസിലൊക്കെ 110 100 രൂപ കൂട്ടിന്ന് പറയുന്നത് എന്താണ്? അതാണ് ഇപ്പം ഭരണം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രതിപക്ഷമായിരിക്കും കള്ളവാർത്ത ഉണ്ടാക്കാൻ മിടുക്കന്മാര് പടച്ചു വിടുന്ന ഒരു ഫേക്ക് ന്യൂസ് ആണത്. കഴിഞ്ഞ പ്രാവശ്യം 110 തന്നെയായിരുന്നു. 10 രൂപ കാർഡാക്കിയ അന്ന് മുതലേയും അങ്ങനെ തന്നെയാണ്. ആദ്യമായിട്ട് എടുക്കുമ്പോഴത്തേക്കും 110 രൂപ കൊടുക്കണം. 10 രൂപ കാർഡിനും 100 രൂപ പ്രോസസിംഗ് ഫീസായിട്ട്. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കാർഡിൽ വ്യത്യാസം, പേപ്പർ കാർഡിന് പകരം മറ്റ് കാർഡായെന്നേ ഉള്ളൂ. നമ്മുടെ ATM മോഡലുള്ള കാർഡായെന്ന്. ഭരണം മാറുമ്പോഴത്തേക്ക് നോർമലി ഉണ്ടാകുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു പ്രശ്നമാണത്. അതിൽ വേറെ വിഷയമൊന്നുമില്ല. കഴിഞ്ഞ വർഷവും അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ ഇവന്മാരെ നമ്മളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി സമരരംഗത്തോട്ട് വരാൻ പോകുന്നത്? ചുമ്മാ ഒരു കാരണവും ഇല്ല.